അതെ നമ്മളിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ലല്ലോ. 2 ദിവസം പോയി. ഒന്ന് ഉച്ചക്കകത്ത് അതിന്റെ ഇടയില് ഫോൺ വന്നു. അപ്പൊ ബസ്സിലേക്ക് തന്നില്ലേ, ഭാര്യേട്ടൻ വിളിക്കണ്ടേന്ന് പറഞ്ഞിട്ട് കുറച്ച് മാങ്ങ കൊണ്ടിട്ടേ ചോദിച്ചു. അതെ, നമുക്ക് മഞ്ചേരിന്ന് എല്ലാ വർഷവും കുറച്ച് വർഷങ്ങളായിട്ട് ഹരിയേട്ടനാണ് കേട്ടോ നമുക്ക് കൊണ്ടുതരാറ്. പിന്നെ ഇവിടെ അടുത്ത് മാർക്കറ്റിൽ സ്ഥിരം കൊണ്ടിരുന്ന കുറച്ചൊക്കെ അവരും കൊണ്ടുവരും. എത്ര അധികം കിട്ടണമെങ്കിൽ ഹരിയേട്ടൻ തന്നെ ഏൽപ്പിക്കണം. അതെ, എന്തായാലും നല്ല സന്തോഷമായി. എല്ലാ കൂട്ടുകാരും ഓർഡർ ചെയ്തോളൂ കണിമാങ്ങയ്ക്ക്. നമ്മളെക്കാട്ട് ആവശ്യം പിന്നെ കൊറിയർ അയക്കുന്നവർക്കാണ്. കണ്ണിമാങ്ങ കിട്ടിയോ ഞങ്ങൾക്ക് വേണേ എത്രയോ ആയി പറയണു. എന്താ പറയുക, ഇപ്രാവശ്യം തണുപ്പ് നേരത്തെ തുടങ്ങി, ചിലവിടൊക്കെ മാങ്ങ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആൾക്കാർ ചോദിക്കുകയാണ് എന്നാ ഇനി ഉണ്ടാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഇടും, ഞങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടോളൂ പറഞ്ഞു. ഇതിപ്പോ ഒരു 150 കിലോണ് കിട്ടിയത്. 150 ചെറുത് കുറച്ച് വലിപ്പമുണ്ട്. പക്ഷെ അങ്ങനെ അണ്ടി കൂടി കിട്ടിയില്ല. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ എടുക്കുകയും ചെയ്യാം. എന്താ നല്ല സ്വാദല്ലേ ഇപ്പൊ ഈ സമയത്ത് നാടൻ മാങ്ങ കിട്ടുമ്പോ ഉള്ളി കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ നല്ല കടിച്ചു കൂട്ടാൻ നല്ല രസമാണ്. നമുക്കിതിൽ വലുത് നോക്കിയിട്ട് മാറ്റി വെക്കുമ്പോഴല്ലേ, വലുത് നോക്കി മാറ്റി വെക്കാം. അത് കഴുകി എടുക്കുമ്പോ ചെയ്താൽ മതിയല്ലോ. നമ്മൾ ഞെട്ടി കുറച്ച് നിർത്തിയിട്ട് ഇറങ്ങാം. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ചെയ്താൽ ഉണ്ടാക്കണ ഒരു റെഡിമെയ്ഡ് കടുമാങ്ങ വേഗം ഉണ്ടാക്കണേ, ഇങ്ങനെ മറ്റേ നീളത്തില് മുറുക്കിയിട്ട്. അത് നല്ല സാധാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ നേരെ റെഡിയാക്കിയിട്ട് പാത്രത്തിലൊക്കെ ഇട്ട് കഴുകുന്നത് വാരുന്നത് ഇതൊക്കെ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നാളെ വെള്ളം വലിയണം നല്ലോണം. നമ്മൾ തുണിയിൽ പരത്തി വെക്കും. ഇതൊക്കെ കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് പരത്തി വെക്കും. നാളെ രാവിലെ ഉപ്പിട്ട് വെക്കും. നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നാളെ നല്ല വാസനയൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു ഒപ്പഴൊന്നും തോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു. ചന്ദ്രക്കാരനാ? അല്ലേ, ചന്ദ്രക്കാരനല്ല. ചന്ദ്രക്കാരൻ കുറച്ചും കൂടി പിന്നെ ചന്ദ്രക്കാരൻ പറയുന്നത് കുറച്ചും കൂടി കടുകും പച്ച കളറും. നീളം കൂടും. അതെ, നമ്മളിപ്പോ ചിലവര് ചോദിക്കപ്പോഴേ ഇത് കണ്ടു കഴിഞ്ഞാല് എത്ര വില, കഴിഞ്ഞ പ്രാവശ്യത്തെ ആണോ എന്താന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് മുളകും കടുകൊക്കെ വിലക്കനുസരിച്ച് നമ്മള് വില ഇടണേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചിലവര് ബുക്ക് ചെയ്തിട്ടോളൂ, കുഴപ്പമില്ല, എത്ര വേണ്ടെന്നുള്ളത് പറഞ്ഞോളൂ, അതൊക്കെ ചെയ്തു തരാം, അയച്ചു തരാം. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാം നോക്കി ചെലവൊക്കെ നോക്കിയിട്ടല്ലേ വില ഇടാൻ. മുളകിന് വില കൂടി, കായത്തിന് നല്ലോണം കൂടി, നല്ലെണ്ണ എല്ലാം വില കൂടിയ സമയമാണ്. അപ്പൊ എത്ര എന്താന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വില ഇടാം. അപ്പൊ നമുക്ക് ഏതായാലും റെഡിയാക്കട്ടെ കേട്ടോ. ഞാൻ കത്രിക എടുത്തണം. നമ്മ കത്തിയല്ലേ, അത് എടുത്തോ. ഇതൊക്കെ പൊട്ടിച്ച് ഞെട്ടിന്ന് മാറ്റി ആക്കി ഇടുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് കസാല മണി കൊണ്ടുവച്ചിട്ടുണ്ട്. മതി അമ്മ. എനിക്ക് ഒന്നാമത് ഇങ്ങനെ മറ്റേ പോലെ ഇരിക്കാൻ കുറച്ച് പണി കേട്ടോ. ഇരിക്കാം, അങ്ങനെ ഇതിലേക്ക് വെക്കാറ് പാത്രം. അപ്പൊ അതെടുത്ത് വന്നിട്ട് ഇതിലേക്ക് ആക്കിയിട്ടാ മതി. പൊട്ടിച്ചിട്ട് ഇതിൽ എന്നിട്ട് ഒന്നിച്ച് കൊണ്ടുപോയി കഴുകാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. അവിടെയല്ലേ പരത്തി വെക്കല്. ആയിക്കോട്ടെ, കൊറേ നേരത്തെ പണിയുണ്ട്. വേഗം കഴിയും. നമ്മൾ വന്നപ്പോ തന്നെ നേരെ ഉച്ചയായി. അതിന്റെ ഇലക്ഷന്റെ പരിപാടിക്ക് എന്റെ റെഡിയാക്കാൻ പോകണ്ടായിരുന്നു, എന്റെയും പ്രശാന്തിന്റെയും. അപ്പൊ അതിന് പോയി. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇല്ലാർത്ത് 12 മണിക്ക് വന്നോളൂ പറഞ്ഞു. 3 മണിയാണ് ഞാൻ അവിടെ വന്ന് ഊണ് കഴിക്കുമ്പോ നേരൊക്കെ കഴുകി ഊണ് കഴിച്ചു. ഇനി നാളെയല്ലേ കൃഷിയിലേക്കൊക്കെ പോകേണ്ടത്. അപ്പൊ അതിന്റെ മുമ്പേ അവിടെ കടലാസൊക്കെ റെഡിയാക്കി വെക്കാൻ കുട്ടി കൊടുത്താൽ മതി. എന്നാ ചിലപ്പോ പേര് വേഗം കുറച്ച് വാരി ഇടും. ഞാൻ ഇവിടെ ഇരുന്നിട്ടേ 2-3 ആയിട്ടുണ്ടല്ലേ ഇത്. വലിപ്പം കൂടി ഇപ്പൊ മാവ് പൂക്കണത് അങ്ങനെ എത്ര ആദ്യം ഒന്ന് പൂക്കും. നമ്മളെ കൊല്ലങ്കോട്ടെ ചേച്ചിക്കൊക്കെ മാങ്ങ കിട്ടിയേ. ചേച്ചി ചോദിച്ചു, പ്രസീതയെ അവിടെ മാങ്ങ കിട്ടിയോ എന്ന് ചോദിച്ചു മഞ്ജു ചേച്ചി. അപ്പൊ എന്നെ വിളിച്ച് പറയാ ഞങ്ങൾക്കും കുറച്ച് കിട്ടി. അതെ, ഇന്ന് എന്തായാലും മെസ്സേജ് അയക്കണം. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പോയി വന്നിട്ട് വിവരങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാങ്ങ കിട്ടിയ സന്തോഷമൊക്കെ പറയാം. ഇതൊക്കെയാണ് കസാല, സ്റ്റൂള്. ഒരു സ്റ്റൂൾ കൂടി ഇല്ലാണോ? ഒരു സ്റ്റൂള് നമ്മളിപ്പോ പോകുന്നുണ്ടാവും അല്ലേ? അതെ, അപ്പൊ സ്റ്റൂൾ ഒഴിയും. അതെ, അങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കട്ടെ. കണ്ണിക്ക് ആവാതെ നോക്കാം, അതാണ് ഒരു പ്രശ്നം. ഞെട്ടി കുറച്ച് നിർത്തിയിട്ട് അപ്പതല്ല കേട്ടോ. ഞെട്ടി കുറച്ച് നിർത്തട്ടെ. നല്ല ചുണയൊക്കെ ഉള്ള മാങ്ങയാണ്. അങ്ങനെ റെഡിയാക്കിയിട്ട് ഇതാ ഞാൻ ഇപ്രാവശ്യം ഈശ്വര നമുക്ക് മാങ്ങ കിട്ടില്ലേ, എല്ലാവരും കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ വിചാരിച്ചു. അപ്പം എന്തായാലും അരിയേട്ടാ സന്തോഷം മാങ്ങ കൊണ്ടുവന്നതില്.
അമ്മൂനിവിടെ ഇരിക്കണം. വേണ്ട മുത്തശ്ശി. അച്ഛൻ പറയാറുണ്ടേ പിന്നെ മുത്തി ചത്ത് കട്ടിലൊഴിയാൻ നിക്കണ്. അയ്യോ, ഞാൻ എന്തായാലും അത് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടല്ല, എന്ത് കാര്യം അല്ല, ഒരാള് വീട്ടിലുള്ള മറ്റാൾക്ക് ഇരിക്കാൻ അങ്ങനെ ഒരു വാക്കാണ് പഴഞ്ചോലി പറഞ്ഞതാ ഞാന്. ഇതിപ്പോ ഇവിടേക്ക് നേരത്തേക്ക് ഇടാല്ലേ ഞെട്ടി. മുത്തശ്ശി എങ്ങടാ ഡ്രമ്മൊക്കെ ഏറ്റിട്ട്? അവനെ കുറച്ച് കടുമാങ്ങയുടെ മാങ്ങ വാങ്ങിയില്ലേ, അപ്പൊ അതൊന്ന് ഉപ്പിട്ട് വെക്കണം. അപ്പൊ ഉപ്പൊക്കെ റെഡിയാക്കാണ്ട്. അതാണോ വലിയ ഡ്രമ്മില്? അപ്പൊ ആദ്യം പിന്നെ തൂക്കി നോക്കുന്ന എളുപ്പമുണ്ടല്ലോ. ഒരു ബക്കറ്റിൽ അപ്പൊ ഇത് 300 മാങ്ങയോളം ഉണ്ട്. 300 മാങ്ങ ഉണ്ടാകുമ്പോ ഒരു ഗ്ലാസ് ഉപ്പ്, നാഴി ഉപ്പ് എന്നാ പറയാ. അപ്പൊ 3 ഗ്ലാസ് 3 നാഴി ഉപ്പും വേണം എനിക്ക്. അപ്പോൾ 100 ഗ്രാമേ ഉള്ളൂ കേട്ടോ ഒരു ഗ്ലാസ് ആകുമ്പോൾ തൂക്കി നോക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ഇതിലിടാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ മക്കളെ നോക്കും, മുത്തശ്ശിയുടെ കണ്ണിമാങ്ങ ഉണ്ടാക്കാനുള്ള അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങകളൊക്കെ നേരെ കഴുകി 2-3 പ്രാവശ്യം കഴുകി. എന്താ വെച്ചാൽ ചിലതിൽ വല്ല ചുണയും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ വൃത്തിയുടെ ആവും വെള്ളം കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം മാറ്റി 2-3 പ്രാവശ്യം കഴുകി മുണ്ടൊക്കെ വിരിച്ച് അതിൽ പരത്തി വെച്ചതാണ്. ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആദ്യം ഉപ്പ് ആണ് നമ്മൾ ആദ്യം ഡ്രമ്മിൻ്റെ അടിയിൽ ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ 3 ഗ്ലാസ് ഉപ്പ് ആദ്യം ഇടുക. അത് ഒന്ന് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കും. എന്നാൽ എളുപ്പം വേഗം അരിഞ്ഞു കിട്ടുമല്ലോ, വേഗം വെള്ളമായി വന്നോളും. അപ്പോൾ അത് ചെയ്തിട്ടാണ് പിന്നെ മാങ്ങ ഒരു പാത്രം ഇടുക, പിന്നെ ഉപ്പിടുക, അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് കടുമാങ്ങ. പിന്നെ നമ്മൾ ദിവസം ഇളക്കി കൊടുക്കും വേണം, എന്നാലേ അതിൻ്റെ വെള്ളം വേഗം വന്ന് ഇതായി പൂപ്പിലൊക്കെ വരാതിരിക്കാനാണത്. അല്ലെങ്കിൽ മീൻ്റെ പൂപ്പിൽ വന്നാൽ ബുദ്ധിമുട്ടായില്ലേ, എത്രയും പൈസ കൊടുത്ത് വാങ്ങിയ മുതലല്ലേ. അപ്പോൾ അത് നഷ്ടപ്പെടാൻ പറ്റില്ല. നല്ല നിലയ്ക്ക് ഞാൻ മക്കളോട് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയണം, എൻ്റെ കൊല്ലത്തെ കണ്ണിമാങ്ങയുടെ സക്സസ് ആവാൻ, നല്ല സക്സസ് ആവട്ടെ. പിന്നെ ഇത് മുത്തശ്ശി കഴിഞ്ഞ കൊല്ലത്തെ അതേ വിലയാണോ മാങ്ങ വാങ്ങിയപ്പോ? അല്ല, അന്ന് 141 145 ഒക്കെ അവസാനം കിട്ടിയപ്പോ വില കുറഞ്ഞപ്പോ പിന്നെ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ 170 ആയിട്ടാണ് എനിക്ക് തന്നത്. എന്നാലും കുഴപ്പം, ചിലത് കുറച്ച് വലുതുണ്ട്. അപ്പൊ വലുത് വേറെ വാങ്ങി, വലുത് നമുക്ക് ഉപ്പിട്ടേക്കാം അല്ലേ, ഉപ്പുമാങ്ങ അതുപോലെ വേറെ ദിവസം കൂട്ടിയെടുക്കാനും അങ്ങനെ നോക്കിയിട്ടേ അങ്ങനെ എടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. പിന്നെ ഇതിന്റെ ബാക്കിയുള്ളത് മുളകാണ്. മുളകിന് ഇപ്പൊ നല്ല വിലയാണ്. അപ്പൊ ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം മുത്തശ്ശിക്ക് ഇതിന്റെ വില നിശ്ചയിക്കാൻ. 1/2 കിലോന്റെ പാക്കറ്റാണ് മുത്തശ്ശി കൊടുക്കാറ്. അപ്പൊ അതങ്ങനെ 1/2 കിലോന് എത്രയാവും എന്നൊക്കെ കണക്ക് കൂട്ടി ഇനി നാളെ മറ്റന്നാളായിട്ട് മുളക് വാങ്ങാൻ പോണം. പിന്നെ കടുകാണ്, കടുക് 5 കിലോ 10 കിലോ ഒന്നിച്ചത് വാങ്ങും. കായം, നല്ലെണ്ണ, അതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇനി റെഡിയാക്കിയിട്ട് മുത്തശ്ശി പറഞ്ഞുതരാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് പൊടിക്കട്ടെ കേട്ടോ. കല്ലുപ്പ് പൊടിക്കല്ലേ ചെയ്യാൻ മുത്തശ്ശി? അതെ, കല്ലുപ്പ് പൊടിക്കുന്ന വേഗം അരിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നേലൊക്കെ ഇതൊക്കെ റെഡിയാക്കി കടന്നു കഴിഞ്ഞപ്പോഴേ ഞാനും അമ്മായിയും കൂടിയാണ് ഇതൊക്കെ അവസാനക്കാരി. പിന്നെ കുറച്ച് അമ്മ ഇരുന്നു. ഞാൻ പറഞ്ഞു വൈകി വേണ്ട, ഞാൻ അല്ലെങ്കിൽ എന്നാലും അമ്മ അങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ വയ്യാൻ പറഞ്ഞു. ഒക്കെ കുറേയൊക്കെ ഒരുവിധം 3/4 ഭാഗം അമ്മയും കൂടിയിട്ടോ. പിന്നെ കുറച്ച് ഭാഗം പിന്നെ അവിടെ വൃത്തിയാക്കുക. പിന്നെ അതിന്റെ ഇലകള്, അതിന്റെ കൊമ്പ് ചില്ലകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടേ കളഞ്ഞു. അമ്മായി വൃത്തിയാക്കി. പിന്നെ ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ ആണ് ഇപ്പോൾ പ്രാവശ്യത്തെ പരിപാടികളൊക്കെ തുടങ്ങിയത്. അതെ, എന്നാ നമുക്കൊന്ന് ഉപ്പ് പൊടിക്കാം അല്ലേ ആദ്യം. ഇപ്പൊ വാങ്ങിയത് എത്ര കിലോനാ നിങ്ങൾക്ക് അറിയണ്ടേ? എത്ര പറയൂ? 170. 170 അല്ല, 150. 150 അവര് പറഞ്ഞു 200 ഉണ്ടാവും കഷ്ടിച്ച. പിന്നെ മുത്തശ്ശി പറഞ്ഞ മാതിരി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ 150 കിലോനെ കിട്ടി. 150 കിലോ. കുറച്ച് പൈസ ഇന്നലെ കൊടുത്തു. ബാക്കി ഇന്ന് ഗൂഗിൾ പേ ചെയ്യണം. അപ്പൊ ഗൂഗിൾ പേ ചെയ്യുമ്പോ അവർക്ക് വേറെ ആർക്കോ കൊടുക്കാണ്ടത്രേ. എന്നോട് പറഞ്ഞിട്ട് അയച്ചാൽ മതി, ആ നമ്പറിലേക്ക് അയച്ചാൽ മതിയല്ലോ. അപ്പൊ എനിക്കും സൗകര്യമായി, നിങ്ങൾക്കും സൗകര്യമായി. അപ്പൊ ഞാനത് മരിയനോട് ചെയ്യാ, അച്ഛനോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിളിക്കണം എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് മതി അയക്കാൻ. പിന്നെ നടക്കട്ടെ പണി. പണി നടക്കട്ടെ. അപ്പൊ പൊടിക്കാൻ പോട്ടെ ഉപ്പ്.